നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്. നമ്മളതിനെ ഇന്നർ ചൈൽഡ് എന്നൊക്കെയാണ് നമ്മൾ അതിനെ വിളിക്കുക. ഈ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ പറ്റുകയോ വേദനയോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരം വേദനകൾ നമ്മളെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ട്രോമകളായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളെ മുന്നിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ പെട്ടെന്ന് ആക്സിഡൻ്റ് ആയിട്ട് മരിക്കണം നമ്മൾ കാണാം. നമ്മളെ പേരൻസ് ആർഗ്യുമെൻ്റ് ചെയ്യുന്നത് നമ്മളെ മുന്നിൽ വെച്ചിട്ട് ആർഗ്യുമെൻ്റ് ചെയ്യുന്നത് കാണാം. അവരുടെ ഡിവോഴ്സ്, സെക്ഷൽ അബ്യൂസിന് ഇരയാവുന്ന ഒരു കുട്ടി, അവർക്ക് പറയാനാവില്ലാത്തൊരവസ്ഥ. പട്ടാളക്കാർ യുദ്ധഭൂമിയിൽ തിരിച്ചു വരുമ്പോൾ ആ യുദ്ധഭൂമിയിൽ അവർ കണ്ട കാഴ്ചകൾ, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്നർ ചൈൽഡിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ചില ആളുകൾക്ക് ചെറിയ കാര്യങ്ങളായിരിക്കും. ചില ആളുകൾ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇവർക്കൊക്കെ ഇവർ കഴിഞ്ഞു പോയ കാലത്തിൽ അവരെ ആരും കേൾക്കാനില്ലാത്തൊരു സാഹചര്യം അവരെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ചില ആളുകൾ പരിഗണനയ്ക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളെ കാണാൻ കഴിയും. ഒരു ബോസിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ബോസ് അവരോട് എത്ര ദേഷ്യപ്പെട്ടാലും എത്ര ഓവർലോഡ് വർക്ക് കൊടുത്താലും അവരത് കംപ്ലീറ്റ് ചെയ്ത് ബോസിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ബോസിൻ്റെ ഒരു പുഞ്ചിരിക്ക് വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അപ്രീസിയേഷന് വേണ്ടിയിട്ട്, ആ ഒരു അംഗീകാരത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെ അവർ കഴിഞ്ഞു പോയ കാലത്തിൽ ഇവരെ പരിഗണിക്കാൻ, ഇവർക്ക് വേണ്ട പരിഗണന കിട്ടാത്തതിൻ്റെ ഒരു വേദന എന്തുണ്ട് ഇവരെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതുപോലെ സൈലന്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടിയ കുട്ടികൾ, നമ്മളെ കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാകുന്ന ടൈമിൽ നമ്മളോട് സംസാരിച്ചല്ലാതെ പിന്നീട് ആ പ്രശ്നം സംസാരിച്ച് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്തേ ഉണ്ടാവില്ല, തയ്യാറാവുന്നുണ്ടാവില്ല. അപ്പം ഇത്തരത്തിൽ തയ്യാറാവാതെ സൈലന്റ് ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്കത് ഒരുപാട് വലിയ രീതിയിൽ ഇറിറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് കുട്ടികൾ വീട് വിട്ടിറങ്ങുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണലുണ്ട്. കാർ ലവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വസ്തുവിനെ സ്നേഹിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇവരൊക്കെ ഇവരെ കഴിഞ്ഞു പോയ കാലത്തിൽ അവരെന്തെങ്കിലും വസ്തു അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്ത സമയത്ത് അവർക്ക് നല്ല വേദനിക്കുന്ന ഒരു അനുഭവം അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള രീതികൾ, ഇതൊക്കെ ഓരോ ഉദാഹരണങ്ങളാണ്. ഇത്തരത്തിലുള്ള ഓരോ രീതികളിൽ നമ്മളെ ഉള്ളിലെ ഇന്നർ ചൈൽഡിനെ വേദനിപ്പിച്ച ഓരോ സംഭവങ്ങൾ ഉണ്ടാവും. ഈ സംഭവങ്ങളൊക്കെ നമ്മളെ ഒരു ട്രോമയായിട്ട് നമ്മളെ പിന്തുടരും. ഇത്തരത്തിൽ ട്രോമയായിട്ട് പിന്തുടരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവില്ല. നമ്മൾ പൊതുവെ സൊസൈറ്റിയിൽ നിന്ന് ഉൾവലിഞ്ഞ് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുകളായിട്ട് നമ്മൾ മാറും. നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ നമ്മൾ തന്നെ നമ്മളിൽ നിന്ന് അകറ്റിയിട്ട് നമുക്കാരുമില്ല എന്നുള്ളൊരു തോന്നൽ നമ്മളെ ഉള്ളിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മളങ്ങനെ വിഷമിച്ചിരിക്കും. അതുപോലെ നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവില്ല, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവില്ല. ഇതിനെല്ലാം കാരണം ഞാനാണെന്നുള്ളൊരു കുറ്റപ്പെടുത്തൽ നമ്മളെപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ചില ടൈമിൽ നമുക്ക് സംഭവിച്ച ഇൻസിഡൻറ്റ് ചിന്തിച്ച് ഒരു ഫാൻറ്റസി ലോകത്തിലോട്ട് പോയിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ആ ലോകം വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് ആ കാര്യം വീണ്ടും റീക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത്തരത്തിൽ വണ്ടിൻ്റെ ഹോൺ കേൾക്കുമ്പോൾ പേടി ഉണ്ടാവുക. ഈ ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ച ആൾക്ക് വണ്ടിൻ്റെ ഹോൺ കേൾക്കുമ്പോൾ പേടി ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്ന ആൾക്ക് ആ സാഹചര്യത്തിനോടോ അല്ലെങ്കിൽ അതുമായി സാമ്യമുള്ള ഏതെങ്കിലും ഒരു കാര്യം എത്തുമ്പോൾ പെട്ടെന്ന് ഇറിറ്റേഷൻ വരിക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ഭയം തോന്നുക. ഇത്തരത്തിൽ നമ്മുടെ ട്രോമ നമ്മളെ പിന്തുടരും. ഇത്തരത്തിലൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങളൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതിനെ നമുക്ക് ഓവർകം ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. പിന്നുള്ളൊരു വിഷമകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ട്രോമയിൽ അകപ്പെട്ടു പോയ ആളുകളെ മാനിപ്പുലേഷൻ ചെയ്യുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒരു നമ്മൾ എന്തിനാണ് ഒരാളെ മാനിപ്പുലേഷൻ ചെയ്യുന്നത്? നമ്മൾ ഒരു വ്യക്തിയെ മാനിപ്പുലേഷൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ലോകം നമ്മളാക്കിയിട്ട് മാറ്റിയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നൊരു കളിപ്പാട്ടമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ മാനിപ്പുലേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡീപ്പായിട്ടൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിവോഴ്സ് ആയിട്ടുള്ള വീട്ടിൽ നിന്ന് വരുന്നൊരു പെൺകുട്ടി, ഈ പെൺകുട്ടിക്ക് ഓൾറെഡി എന്തുണ്ട്, അവരുടെ മാതാപിതാക്കൾ ഡിവോഴ്സ് ആയപ്പോഴുള്ള ആ ഒരു മുറിവ് അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നുണ്ട്. കാരണം ഞാൻ ഇനി ഒരു ബന്ധത്തിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കിതുപോലെ വേദനിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിലെപ്പോഴും നിറഞ്ഞു നിൽക്കും.
അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പെൺകുട്ടി എന്ത് ചെയ്യാണ്, ഒരു കല്യാണത്തിന് ഒരു മാരേജിന് റെഡി ആവാണ്. അങ്ങനെ മാരേജ് കഴിഞ്ഞു അവർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇവര് വീടൊക്കെ വെച്ച് ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒന്ന് കമ്മിറ്റ് ആവാൻ സാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ളൊരു കമ്മിറ്റ് ആവാൻ സാധിക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്, കമ്മിറ്റ് ആയി കഴിഞ്ഞാൽ തൻ്റെ മാതാപിതാക്കൾക്ക് സംഭവിച്ച പോലുള്ള കാര്യങ്ങൾ തനിക്കും സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് അവർ കമ്മിറ്റഡ് ആവാൻ നിൽക്കാത്തത്. കാരണം അവർക്ക് ഒരുപാട് സാഹചര്യങ്ങൾ, കമ്മിറ്റഡ് ആവാനുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവരെന്ത് ചെയ്യും, എന്തെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് ഒളിച്ചോടാനുള്ള കാര്യങ്ങളാണ് അവർ നോക്കുക. ഇത്തരത്തിൽ കമ്മിറ്റഡ് ആവാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവർക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി എന്ത് ചെയ്തു, തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളോട് ഈ കാര്യങ്ങൾ പോയിട്ട് പറഞ്ഞു. അപ്പോൾ ഈ ട്രോമ എന്ന് പറയുന്നത് ഒരു തരത്തിൽ നോക്കുമ്പോൾ നമ്മളൊരു വീക്ക് പോയിന്റ് ആണ് അല്ലേ, നമ്മുടെ ഒരു വീക്ക് പോയിന്റ് ആണ് ഈ ട്രോമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സുഹൃത്തിന് എന്ത് ചെയ്തു, ഇവരുടെ വീക്ക് പോയിന്റ് മനസ്സിലായി. അങ്ങനെ ഈ സുഹൃത്ത് എന്ത് ചെയ്തു, ഇവരുടെ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും മൂന്നാമതൊരാൾ ഇടപെട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരും അല്ലേ. അങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ ഈ കുട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, ഇവരുടെ ഹസ്ബൻഡിന്റെ അവിടെ നിൽക്കാൻ കഴിയാതെ എന്ത് ചെയ്തു, അവർ വീട്ടിലോട്ട് വന്നു. അങ്ങനെ വീട്ടിലോട്ട് വന്നിട്ട് വീണ്ടും ഈ സുഹൃത്ത് പറയാണ്, നീ ഒരു പ്രാവശ്യം ഇവിടെ അങ്ങോട്ട് പോയി നോക്ക്, നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യാ, എന്നിട്ട് നമുക്കൊരു തീരുമാനമാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഈ സുഹൃത്ത് വീണ്ടും ആ കുട്ടിയെ ആ വീട്ടിലോട്ട് തന്നെ പറഞ്ഞയക്കാണ്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ സുഹൃത്ത് എന്താണ്, പരമാവധി ഇവരെ ഒരുമിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തോന്നല് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കുകയാണ്. നമുക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാം. കാരണം ഈ പ്രശ്നം എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞു തീർത്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും എന്ത് ചെയ്തു, ആ പ്രശ്നം തന്നെ അവിടെ റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതാണ്. റിപ്പീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ആ കുട്ടി തിരിച്ചു വരുമ്പോൾ ഇയാൾ എന്ത് ചെയ്യാണ്, ഈ ഒരു സുഹൃത്ത് അവർക്ക് ഇല്ലാത്ത കെയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഈ തിരിച്ചു വന്ന കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ ഈ ലോകത്തിൽ മനസ്സിലാക്കുന്ന ഒരേ ഒരു വ്യക്തി ഇയാളാണ് എന്നെ ഏറ്റവും മനസ്സിലാക്കുന്ന ആൾ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ധമായിട്ട് എന്ത് ചെയ്യാണ്, ഇയാളിലേക്ക് ചുരുങ്ങി പോവാണ്. ഇയാളൊരു ലോകമായിട്ട് കണ്ടിട്ട് എന്ത് ചെയ്യാണ്, ഇയാളിലേക്ക് ചുരുങ്ങി പോവാണ്. സത്യത്തിൽ ഈ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് തന്നെ ഇയാളാണെന്നുള്ളത് ഇവർ മറന്നു പോവാണ്. അത്തരത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഇവർ ഇയാളിലേക്ക് ഒതുങ്ങിപ്പോവാണ്. ഇത്തരത്തിൽ നമ്മൾ ട്രോമയുള്ള ആളുകളെ, മാനിപ്പുലേഷൻ ചെയ്യുന്ന ആളുകളെ നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മാനിപ്പുലേഷനിൽ നിന്നൊന്നും പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്കതിൽ നിന്ന് കരകയറി വരാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ ഈ ട്രോമ എന്ന് പറയുന്നത് നമുക്ക് കൈമാറ്റം ചെയ്തു പോകുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ജോലിക്കൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണെന്ന് വെക്കുക. നമ്മുടെ മക്കളും അതുപോലെ എന്ത് ചെയ്യാണ്, അവരും കൂടുതലായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പഠിച്ചിട്ട് നല്ലൊരു ജോലി നേടുക എന്നുള്ള കാര്യങ്ങളായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക. അല്ലാതെ ബിസിനസ് ചെയ്യാനോ ലോകരാജ്യങ്ങളിൽ സഞ്ചരിക്കാനോ ഇത്തരത്തിലൊന്നും എന്ത് ചെയ്യില്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാനുള്ളൊരു ചാൻസ് അവിടെ കുറവാണ് എന്നുള്ളതാണ്. അതുപോലെ വേറെ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഡിവോഴ്സ് ആയിട്ടുള്ള വീട്ടിലൊരു കുട്ടി, ഈ കുട്ടിക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ട്രോമ ഉണ്ട്. അവരെന്ത് ചെയ്യാണ്, കല്യാണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയില്ല, ഇവർക്ക് ഇത്തരത്തിൽ നമ്മളെ മാതാപിതാക്കൾക്ക് സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും സംഭവിക്കും എന്നുള്ളൊരു ഭയം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ആ ബന്ധത്തിൽ അറ്റാച്ച്ഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. സ്വാഭാവികമായിട്ടും അവരും എന്ത് ചെയ്യും, ഡിവോഴ്സ്ഡ് ആയിട്ട് മാതാപിതാക്കളെ പോലെ ഡിവോഴ്സ്ഡ് ആയിട്ട് വന്നിരിക്കാനുള്ള ചാൻസുകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ട്രോമകളും ഭയങ്ങളും ഒക്കെ എന്ത് ചെയ്യാണ്, നമ്മൾ പറഞ്ഞു മനുഷ്യനൊരു അത്ഭുതമാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അല്ലേ. ഈ മനുഷ്യന്റെ ഉള്ളിലുള്ള ഈ അത്ഭുതത്തെ, നമ്മളെ ഉള്ളിൽ ഈ പൊട്ടൻഷ്യലിനെ പുറത്തോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങളാണ് ഈ ട്രോമ എന്ന് പറയുന്നത്. കൂടുതൽ ആളുകളും ഇതിനെക്കുറിച്ച് സംസാരിച്ച് കാണുന്നില്ല എന്നുള്ളതാണ്. ഇത് വേറെ സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്തരത്തിൽ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് ഇത്തരത്തിലുള്ള ട്രോമകളാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞ പോലെയുള്ള ഉദാഹരണങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ട്രോമകളിൽ അകപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ ട്രോമകൾ അകപ്പെട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ആ ഇന്നർ ചൈൽഡിനെ ഏറ്റ മുറിവിനെ നമ്മൾ സുഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പുതിയൊരു തുടക്കം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കണം. അത്തരത്തിൽ ഈ ട്രോമകളിൽ നമ്മൾ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അതുപോലെ നമ്മൾ വരുന്ന വീഡിയോകളിൽ
ഇത്തരത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് നമ്മളെ പുനർനിർമ്മിക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോകളിൽ നമുക്ക് പറഞ്ഞിട്ട് പോകാം.